അപ്പോൾ ഷാന കഴിക്കുന്ന നേരം വേഗം തന്നെ ഞാൻ അവളുടെ യൂണിഫോമൊക്കെ ഇതാ പുറത്തുനിന്ന് എടുക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ മടക്കി വെക്കുന്നുണ്ടെങ്കിലും യൂണിഫോം മാത്രം എടുക്കില്ല കേട്ടോ. കാരണം അത് ചുളിവൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അയൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴേക്കും ഇതാ ഷാന മിന്നുവിന് ഉമ്മൊക്കെ കൊടുത്തിട്ട് ഇതാ പോവാൻ റെഡി ആയിട്ടോ. പിന്നെ അങ്ങനെ ഞാൻ പോയിട്ട് ഇതാ ചൂല് കുറച്ച് ഇറുക്കിലേക്ക് ഉണ്ടാക്കി അവിടുന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും ഇതാ ഷാന എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നു. തല നോക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെ പിടിച്ചിരുത്തിയേക്കാണ് കേട്ടോ എന്നെ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഷാന കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ ഞാൻ ഒന്ന് പുറത്ത് പോയിട്ടോ. ഷാനയ്ക്ക് നാളെ ഒരു ഫ്രോക്ക് വേണം പറഞ്ഞിട്ട് ക്രിസ്മസ് പ്രോഗ്രാം അല്ല, ക്രിസ്മസിന് വേണ്ടിയിട്ട് സ്കൂൾക്ക് പോകുമ്പോൾ ഇടാനായിട്ട്. അപ്പം നല്ല അടിപൊളി ഫ്രോക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ ഞാൻ വീട്ടിലെത്തി. ബാക്കിലൊരു കവറുണ്ട്, അതും കൂടെ പിടിക്കണോ? മിന്നു പപ്പടൊക്കെ എടുത്തിട്ടുണ്ട്. മിന്നെ പപ്പടം എടുത്തിട്ടുണ്ട്. മിന്നു ഡ്രസ്സായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇതിൽ ഞാൻ പറയാം ക്രിസ്മസിന്റെ റെഡ് ഡ്രസ്സാണ്. അങ്ങനെ ഷാനക്ക് ഗസ് ചെയ്യാൻ പാകത്തിന് ഞാനൊരു ക്ലൂ കൊടുത്തിട്ടായിരുന്നു. കാരണം അവിടുന്ന് അവൾക്ക് വിളിച്ചപ്പോൾ അവൾ ഫോൺ കട്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വയസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഏകദേശം അവൾക്ക് കാര്യം പിടികിട്ടിയെന്ന് ഉറപ്പായി. അപ്പം എൻ്റെ സർപ്രൈസൊക്കെ ചെറുതായിട്ടൊന്ന് പണി പാളിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പം അവളുടെ ഡിസൈൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. പിന്നെ ഞാനിതിന് കൈ വരുന്നത് ഒരു നെറ്റിന്റെ മെറ്റീരിയൽ ആയ കാരണം തന്നെ ഞാൻ അതുപോലത്തെ റെഡ് കളർ ഇന്നർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇന്നേഴ്സ് ഒന്നും വരാറില്ല എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ആരും വാങ്ങാറില്ല, കൈയില്ലാത്ത ഡ്രസ്സാണ് എല്ലാവർക്കും താല്പര്യം. പിന്നെ അതാ ഇതുപോലത്തെ ഒരു ചീർപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ചീർപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. വന്ന പാടെ തന്നെ മിന്നുസിന്റെ തലയൊക്കെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈരിയും ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാ പിന്നെ കുറച്ച് വള, പിന്നെ ഒരു കൺമഷി അവൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്ന് വാങ്ങിച്ചു. പിന്നെ ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ഇട്ടോട്ടെ പറഞ്ഞിട്ട് 2 സെറ്റ് ഇതുപോലത്തെ വള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിങ്ങനെ പകുതി പകുതി 2 കൈയിലും ഇതുപോലെ ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ അതിനിടയിൽ ഇതാ മിന്നു താഴത്ത് കിടന്നിട്ട് അങ്ങനെ ഉരുളുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ആരും കാണിച്ചെന്ന ചീർപ്പ് നല്ല അടിപൊളിയാന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കേട്ടോ. കാരണം അത്രയും യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു ചീർപ്പ്. ആരെങ്കിലും വാങ്ങാത്തുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ.